നമസ്കാരം. വോയിസ് ഓഫ് ഗുരുവായൂരിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ സരിത ഹരി. ഗുരുവായൂർ ക്ഷേത്രത്തിലെ പുരുഷന്മാർക്ക് അടിപ്രദക്ഷിണം വെക്കാൻ സാധിക്കുമെന്നാട്ടോ ചോദിച്ചിട്ടുള്ളത്. സാധാരണയായിട്ട് സ്ത്രീകളാണ് അടിപ്രദക്ഷിണം വെക്കാറ്. പക്ഷെ ഒരുപാട് പുരുഷന്മാർ അടിപ്രദക്ഷിണം വെക്കുന്നതായിട്ട് ഞാനും കണ്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അടിപ്രദക്ഷിണം വെക്കണോണ്ട് ഒരു വിരോധവും ഇല്ല. പക്ഷെ സ്ത്രീകൾക്ക് അടിപ്രദക്ഷിണം മാത്രമേ ഉള്ളൂ, ശയനപ്രദക്ഷിണം ചെയ്യാൻ സാധിക്കില്ല കേട്ടോ. അപ്പൊ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് വെച്ചാൽ, ഗുരുവായൂർ ക്ഷേത്രത്തില് ചുറ്റമ്പലത്തിലാണ് കൊടിമരം ഉള്ളത്. അതായത് കിഴക്ക് ഭാഗത്തായിട്ടത് എന്റെ പുറകിലായിട്ട് നിങ്ങൾക്ക് കാണാം. ആ കൊടിമരച്ചോട്ടിൽ നിന്ന് തുടങ്ങി തിരിച്ച് ആ കൊടിമരച്ചോട്ടിൽ തന്നെ വന്ന് അവസാനിപ്പിക്കണം. അത് അടിപ്രദക്ഷിണം ആയാലും അതെ, ശയനപ്രദക്ഷിണം ആയാലും അതെ കേട്ടോ. അപ്പോഴാണ് ഒരു പ്രദക്ഷിണം പൂർത്തിയാകണത്. അങ്ങനെ നിങ്ങൾക്ക് എത്ര പ്രദക്ഷിണം വേണമെങ്കിലും ചെയ്യാവുന്നതാണ് കേട്ടോ. ശയനപ്രദക്ഷിണം എപ്പോഴും അതിരാവിലെ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത്. അതായത് ഭക്ഷണമൊക്കെ കഴിക്കുന്നതിന് മുൻപായിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഉരുളണ കാരണം വൊമിറ്റിംഗ് ടെൻഡൻസി കുറച്ച് കൂടുതലായിരിക്കും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. വളരെ നേരത്തെ ഗുരുവായൂർ ക്ഷേത്രകുളത്തിൽ നിന്ന് തന്നെ കുളിച്ച് ശുദ്ധായി വന്ന് കൊടിമരച്ചോട്ടിൽ നിന്ന് ആരംഭിക്കാവുന്നതാണ്. എന്നിട്ട് തിരിച്ച് കൊടിമരച്ചോട്ടിൽ തന്നെ വന്ന് അവസാനിപ്പിക്കുക. അതിനുശേഷം വീണ്ടും പോയി കുളിക്കുക, എന്നിട്ട് ഗുരുവായൂരപ്പനെ തൊഴുക. അങ്ങനെയാണ് വേണ്ടത്, ശരിക്കും അങ്ങനെയാണ് വേണ്ടത് കേട്ടോ. അപ്പൊ അതുപോലെ ഫോളോ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. ഇനി അടിപ്രദക്ഷിണവും ഇതുപോലെ തന്നെയാണ്. കൊടിമരച്ചോട്ടിൽ നിന്ന് തുടങ്ങി കൊടിമരച്ചോട്ടിൽ തന്നെ അവസാനിപ്പിക്കുക. നിങ്ങൾ എത്ര പ്രദക്ഷിണമാണോ മനസ്സിൽ വിചാരിച്ചിട്ടുള്ളത് അത്രയും പ്രദക്ഷിണം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ. ഇത് ഒരിക്കലും റിസീറ്റ് എടുത്ത് ചെയ്യേണ്ട വഴിപാടൊന്നും അല്ല കേട്ടോ. നമ്മൾ ഭഗവാൻ എന്തെങ്കിലും നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ ഒരു വഴിപാട് പോലെ നമ്മൾ അടിപ്രദക്ഷിണം ആയാലും അതെ, വളരെ പതുക്കെ പതുക്കെ ഓരോ അടിയും വെച്ച് നടക്കുകയാണ് വേണ്ടത് കേട്ടോ. ശയന പ്രദക്ഷിണം ആയാലും അതെ, വളരെ പതുക്കെ ചെയ്യാൻ തന്നെയാണ് നല്ലത്. അത്രയും എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ വളരെ സ്പീഡിലൊക്കെ ചെയ്ത് കാണാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് വേണ്ടത്. ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരെയും ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.